വിശ്വാസത്തോടെ കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയ ആരാധകർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിക്കാനുണ്ടായിരുന്നത് ഒരു വിജയം തന്നെയായിരുന്നു. ആത്മവിശ്വാസം തകർന്ന ഏറെക്കുറെ മനസ്സുകൾക്ക് ആശ്വാസമേകുവാൻ അവർക്ക് സ്വന്തം മണ്ണിൽ വിജയിച്ച് കയറുക തന്നെ വേണമായിരുന്നു. എന്നാൽ പക്ഷേ പഴയ കണക്ക് തീർക്കുവാൻ കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയ ഗോവ യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വപ്നങ്ങളെ ശിഥിലമാക്കുകയായിരുന്നു. ഒരു തരത്തിൽ മത്സരത്തെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, മരിച്ചു കളിച്ചിട്ടും പക്ഷേ തോറ്റുപോയി എന്ന്. പക്ഷേ അവിടെയും പ്രതീക്ഷിച്ചെത്തിയ ആരാധകർക്ക് മുന്നിൽ വീണ്ടും തോൽക്കുക തന്നെയാണ്. ഫുട്ബോളിൽ തോൽവി എന്നത് ഒരു മോശം റിസൾട്ട് തന്നെയാണ്. ജയമാണ് പ്രധാനം. നന്നായി കളിച്ചു എന്നതിൽ ഒരിക്കലും ഒരു കാര്യവുമില്ല. ആദ്യ 11 തന്നെ ഒരു ഫ്ലോപ്പ് ഡിസിഷനായി മാറിയിരുന്നു. രാഹുൽ KPയുടെ സ്റ്റാർട്ടിംഗ് ഒരു പക്ഷേ ആ വിങ്ങിനും ജീസസിനും മോശമായി ബാധിച്ചിരുന്നു. ജീസസിലേക്ക് പന്തെത്തിയിരുന്നേയില്ല. റൈറ്റ് വിങ്ങിലൂടെ ഒരു ഡേഞ്ചർ മൂവ് പോലും ഉണ്ടാക്കുവാൻ രാഹുലിന് സാധിച്ചിരുന്നില്ല. ഉണ്ടായതോ ഒന്ന് വീണ് കിട്ടിയ അവസരത്തിലും. 40-ാം മിനിറ്റിൽ ബോറോസിങ്ങിലൂടെ ഗോവ മുന്നിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അതിനു മുന്നോ അതിനുശേഷമോ ഒരു ശക്തമായ മുന്നേറ്റം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. അവർ അതിന് ശ്രമിച്ചിട്ടുമില്ല. രണ്ടാം പകുതിയുടെ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷമാണ് കളിയുടെ ഋതം തന്നെ മാറി മറിഞ്ഞത്. ശേഷം നിരന്തര അറ്റാക്കുകളും അവസരങ്ങളും തുറന്നെടുക്കുന്നു. പക്ഷേ അതൊന്നും ഗോളിലേക്ക് എത്തിയിരുന്നേയില്ല. ആരാധകർ ഏറെ പ്രതീക്ഷയർപ്പിച്ച നോഹയ്ക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്നുണ്ട്. അത് മത്സരാവസാനം വരെ തുടരുന്നുണ്ട്. സ്തഹറയുടെ ആദ്യ 11 ഇനിയും ചിന്തിക്കേണ്ടതുണ്ട്. കോറോസിങ്ങിനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ. ഒടുക്കം മരിച്ച് കളിച്ചിട്ടും തിരിച്ചടിക്കാൻ സാധിക്കാത്ത ബ്ലാസ്റ്റേഴ്സ് ഗോവയ്ക്ക് മുന്നിൽ സ്വന്തം മണ്ണിൽ വീണു പോകുന്നു. വിശ്വസിച്ച് വന്നവർക്ക് നിരാശ നൽകുന്നു. പക്ഷേ ഇതിനെല്ലാം അവസാനം സന്ദീപ് മാത്രം ഒരു കുറ്റക്കാരനായി മാറുന്നു. അതും അവസാന സമയത്ത് ഒരു ചാൻസ് നഷ്ടപ്പെടുത്തി എന്നതുകൊണ്ട് മാത്രം. ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായും തിരിച്ചു വരും. പക്ഷേ അഴിച്ചുപണികൾ ഏറെ വേണ്ടതുണ്ട്. ആരാധക പിന്തുണയുള്ള കളിക്കാരെ മാറ്റി നിർത്തി നല്ല ടീം തന്നെ ആദ്യ 11-ൽ ഇറക്കാൻ ശ്രമിക്കുക. തോൽവികൾ വിജയത്തിന് വഴിവിട്ടട്ടെ. ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും.